ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നും ഉടനെ തന്നെ ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നവർ ദയവ് ചെയ്ത് ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ അത് എനിക്കൊരു ഇൻസ്പിറേഷൻ ആകുമായിരുന്നു. ഇപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് 5 ഓഫ് സോർഡ്സിൻ്റെ എനർജി, ദ സണ്ണിൻ്റെ എനർജി, കിങ് ഓഫ് വാണ്ട്സ് ആൻഡ് ജഡ്ജ്മെൻറ്റിൻ്റെ എനർജീസാണ്. ജഡ്ജ്മെൻറ്റ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ഒരുപാട് ആൾക്കാർ ചേർന്ന് വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതൊരു ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം. നിങ്ങളെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയതായിട്ടും നിങ്ങളെ വിഷമിപ്പിച്ചതായിട്ടും വഞ്ചിച്ചതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. ഈ ഒരു പെയിൻ നിങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ്. ഇതൊരു പാസ്റ്റിൽ നടന്ന കാര്യമാണെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു പെയിൻ നിങ്ങളിലുണ്ട് എന്നാണ് കാണുന്നത്. ഇത് കാരണം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലൂടെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉടനെ തന്നെ ഡിവൈനിൽ നിന്ന് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു ഹീലിംഗ് ആണ്. ഈ ഒരു നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിഷമം നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ വളരെയധികം വേദനിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് നിങ്ങൾക്കിപ്പോൾ കിട്ടാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നത്. നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഹീലായിട്ട് നിങ്ങളൊരു ഹാപ്പി മോഡിലേക്ക് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങളുടെ കർമ്മകളൊക്കെ ഏറെക്കുറെ ക്ലിയർ ആകുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇനി കടന്നു പോകുന്നത്. ഒരു ചെറിയ കുട്ടി എങ്ങനെയാണോ അത്രയും സ്നേഹത്തോടെ അത്രയും ഇന്നസെൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുന്നുണ്ട്. അത്രയും സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ചതിയിൽ നിന്നും ഒക്കെ റിക്കവറായിട്ട് നിങ്ങൾ ഹീലിങ്ങും കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രാൻസ്ഫോർമേഷനിലൂടെ ഒരു കിങ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയിലേക്കാണ് എത്തുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ധാരാളം കറേജ് ഉണ്ടാകാം, നിങ്ങൾക്ക് പാഷൻ ഉണ്ടായിരിക്കാം, മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള എനർജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റോട് കൂടിയിട്ടും സ്നേഹത്തോടു കൂടിയിട്ടും കൂടിയിട്ടും കാണുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുക. നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസ്, നിങ്ങളെ പെയിൻഫുൾ ആക്കിയിരുന്ന മെമ്മറീസൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു കിങ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയിലേക്ക് നമ്മളെത്തുക. ഇതിൻ്റെ ഓവറോൾ കിട്ടിയിട്ടുള്ളത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ വിഷമങ്ങൾക്കും ഡിവൈനായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഹീൽ ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും ഇതൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് തന്നെയാണ്. ഭഗവാനിൽ നിന്നാണ് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുന്നത്. നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം അവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ മോശം കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള ഒരു മോശം കാര്യത്തിനായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചതി കിട്ടിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പാസ്റ്റിൽ ആ ചതി കിട്ടിയിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ സമയം കഴിഞ്ഞു എന്നാണ് ഡിവൈൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങൾ ചെയ്ത ഗുഡ് കർമ്മയുടെ ഫലങ്ങളാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കൊരു നല്ല ഹീലിംഗ് ഡിവൈനായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ചതി അല്ലെങ്കിൽ ഈ ഒരു വിഷമങ്ങൾ നിങ്ങളുടെ ലൈഫ് ലെസണായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ പൂർണ്ണമായിട്ടും കളയുക, ലെറ്റ് ഗോ ചെയ്യുക, ഹീൽ ചെയ്യുക, ഒരു കിങ്ങിൻ്റെ എനർജിയിലേക്ക് വരിക എന്നാണ് ഡിവൈൻ പറയുന്നത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.